الله وآله وصحبه وعترته ومن والاه وبعد. ആദരണീയരായ തങ്ങളവറുകളെ, വാഫി അലുമിനിയുടെ നേതാക്കളെ, പ്രവർത്തകരെ, സഹൃദയരെ, എല്ലാവരുടെയും തിരുനബി എന്ന ശീർഷകത്തിൽ നടന്ന പരിപാടികളുടെ സമാപനം കുറിക്കപ്പെടുകയാണിവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും നബിയാണ്. മറ്റു പ്രവാചകന്മാരൊക്കെ തന്നെയും അവരവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ള എല്ലാവരുടെയും പ്രവാചകന്മാർ തന്നെയായിരുന്നു. ഇന്ന് നബിയുടെ നബിത്വം സമൂഹം ചുരുക്കിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വൃത്തം ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഈ വലിയ ലോകത്തിൻ്റെ അതിർവരമ്പുകളെ മറികടന്ന് അതിർവരമ്പുകളില്ലാത്ത ഹൃദയങ്ങളുടെ, ചിന്തകളുടെ പ്രവാചകനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തനായിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ നബിയെ എല്ലാവരുടെയും നബിയാക്കാൻ, അഥവാ നബി എല്ലാവരുടെയും നബിയാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമനം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ നബിയെ, ഇസ്ലാമിനെ, റിസാലത്തിനെ ചുരുക്കിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുങ്ങിയ ചിന്തകളിൽ നമ്മൾ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് പോലും ഇങ്ങനെയൊരു ശീർഷകം സ്വീകരിക്കാൻ പ്രചോദനമുണ്ടായത്. ഇത് നമ്മൾ തന്നെത്താൻ തിരുത്തേണ്ടതാണ്. പലപ്പോഴും തോന്നിയിട്ടുള്ളതുപോലെ, പറഞ്ഞിട്ടുള്ളതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ നബി അല്ലെങ്കിൽ നമ്മുടെ നബി എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ നബിയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗത്ത് വന്നിട്ടുള്ളത്. മറ്റുള്ളവരുടെ നബിയായ നബി നമ്മുടെ നബി ആകുന്നത് നമ്മൾ അഥവാ നബിത്വം നമ്മിൽ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴാണ്. ഗോത്രചിന്തകൾ ഉള്ളവരുണ്ട്, ദേശചിന്തകൾ, അതിൻ്റെ ഇടുക്കങ്ങൾ ഉള്ള ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ലോകത്തിൻ്റെ ശീലം. ആ ശീലത്തിൻ്റെ ഭാഗമായി നബിയുടെ റിസാല ആലമീയയാണ് എന്ന കാര്യം നമ്മൾ തീരെ പരിഗണിക്കാതെ പോയി. ഖുർആനിൽ ഒരിടത്തുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബി ലിസാനി ഖൗമിഹി എന്നാണ് ഓർമ്മ. നബിമാരെയൊക്കെ ജനങ്ങളുടെ ഭാഷയിലാണ് നിയോഗിച്ചിട്ടുള്ളത്. ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണിത്. ഹദീസുന്നാസ ബിമാ യഫ്ഹമൂൻ, ആളുകൾക്കത് മനസ്സിലാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വരിക അതുരീദൂന അൻ യുകദ്ദബ അല്ലാഹു വ റസൂലുഹു, ആളുകൾക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അങ്ങനെ ഒരു നബിയില്ല, അങ്ങനെ ഒരു റിസാലത്തില്ല എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മളിപ്പോൾ
ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ലോകത്ത് ഒട്ടാകെ ഈ നബി ഞങ്ങളുടെ മാത്രം നബിയല്ല, എല്ലാവരുടെയും നബിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൻ്റെ പുറമെ അതിലേറെ വാചാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അവിടെയാണ് നമുക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത്. നബിമാരെ അല്ലെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കാനുള്ള മീഡിയ ഭാഷ തന്നെയാണ്. ഇല്ല ബിലിസാനി ഖൗമിഹി. ഇന്നും ഏറ്റവും പ്രചാരത്തിലുള്ള, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മാധ്യമം ഭാഷ തന്നെയാണ്. പുതിയ സാങ്കേതിക നേട്ടങ്ങളൊക്കെ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഇന്നും ആരോട് ചോദിച്ചാലും പറയുക ഭാഷയാണ്. നന്നായി പറയാൻ പറ്റണം, അത് കേൾക്കുന്നവനെ ഗ്രഹിക്കാൻ പറ്റണം. അതാണ് അടിസ്ഥാനം എന്നതുകൊണ്ടാണ് ഖുർആൻ ആദ്യമേ ഇഖ്റയിൽ തുടങ്ങുന്നത്, വായിക്കുക പഠിക്കുക എന്ന്. നബിക്ക് നമുക്ക് സാധാരണ പറയപ്പെടുന്ന കാര്യമാണ്, വായിക്കാനും എഴുതാനും അറിഞ്ഞിട്ടില്ല. ഓല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും. അപ്പോൾ പിന്നെ ഇഖ്റ എന്ന് പറയുന്നത് വായിക്കാൻ പഠിക്കണം എന്നാണ്. വായിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരം തന്നെ വേണമെന്നില്ല, ഭാഷ അറിയണം, ആശയവിനിമയം നടക്കണം. അതിന് അക്ഷരം അത്ര അത്യാവശ്യമല്ല എന്ന് പുതിയ കാലം നമ്മളോട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇഖ്റയിൽ തുടങ്ങുന്നത് അക്ഷരജ്ഞാനം അല്ലെങ്കിൽ ഭാഷാജ്ഞാനം സംഭരിക്കാനുള്ള ആഹ്വാനമാണ്. ഈ ആഹ്വാനം ഇന്നും പ്രസക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ കിട്ടിയതിന് ശേഷം ഖുർആൻ വെച്ചിട്ടാണ് ആശയവിനിമയം നടത്തി പോന്നിട്ടുള്ളത്. അതിന് മുമ്പ് ജനങ്ങൾ ലിഖിതങ്ങൾ, ഭാഷാ സങ്കേതങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ആശയവിനിമയം നടത്തി പോന്നിട്ടുള്ളത്. ഖുർആൻ അതിൽ പ്രമുഖമാണ്. ഖുർആന് ലുഗവിയായ മുഅ്ജിസത്തായ ഖുർആൻ, ലുഗവി എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ഉള്ളടക്കവും കൂടി ഉദ്ദേശിച്ചാണ്. അത് ജനങ്ങൾക്ക്, ലോകത്തിന് ഒക്കെ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഇല്ല കാഫത്തൽ ലിന്നാസി ബഷീറൻ വ നദീറ എന്ന് നിയോഗത്തെപ്പറ്റി പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മനുഷ്യൻ്റെ വിധാനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. സൃഷ്ടി എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ തന്നെയാണ്. മക്കത്തെ എതിരാളികൾക്ക് മനുഷ്യനെ സ്വീകരിക്കാൻ പ്രയാസം. ഒരു മലക്കല്ലേ ആവേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വലിയ ഗോത്രങ്ങളുടെ വലിയ പ്രമുഖന്മാരായിട്ടുള്ള പ്രതിനിധികളല്ലേ ഈ റിസാലത്ത് ഏറ്റെടുക്കേണ്ടത് എന്നൊക്കെ അന്ന് അവിശ്വാസികൾ പറഞ്ഞതായിട്ട് ഖുർആൻ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ജനങ്ങളുടെ വിധാനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. മലക്കുകൾ, മറ്റു സൃഷ്ടികൾ ജനങ്ങളുടെ വിധാനത്തിൻ്റെ അപ്പുറത്താണ്. വേണ്ടത് ജനങ്ങളുടെ വിധാനത്തിലേക്ക് ഇറങ്ങി വന്ന് അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു പ്രവാചകനാണ്. അത് പറ്റാത്ത ആളുകൾ നടത്തിയ ഒരു വിമർശനം ഖുർആൻ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. മാലി ഹാദർ റസൂലി യഅ്കുലു തആമ വയംശി ഫിൽ അസ്വാഖ്. ഇയാൾ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിൽ നടക്കുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് അവർക്കത് അത്രേ പരിചയമുള്ളൂ. അപ്പോൾ പിന്നെ മുഅ്ജിസത്തായിട്ട് അള്ളാഹു നബിക്ക് ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പണ്ഡിതന്മാരുടെ ഒരു സദസ്സായതുകൊണ്ട് ഉദാഹരണം, അല്ലെങ്കിൽ സാധാരണക്കാർക്കും കേട്ടതൊക്കെ അറിയാം. പക്ഷെ പ്രമുഖമായി വന്നിട്ടുള്ളത് ഖുർആനാണ്. അതായിരിക്കും തർക്കമില്ല. പിന്നെ ഖുർആനിന് മനുഷ്യൻ്റെ വിധാനത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണ്. അള്ളാഹുവിൻ്റെ കലാം അതിന് അക്ഷരങ്ങളില്ല, ഉച്ചരിക്കാൻ നാവോ അവയവങ്ങളോ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ഈ ഒരു ചർച്ചയിലാണ് മുസ്ലിം ലോകത്ത് പണ്ട് വലിയ കുഴപ്പമുണ്ടായിട്ടുള്ളത്. ഒരർത്ഥത്തിൽ ഒരു കൂട്ടർ പറയുന്നത് ശരിയാണ്, മറ്റൊരർത്ഥത്തിൽ മറ്റേ കൂട്ടർ പറയുന്നതും ശരിയാണ്. ഈ ദ്വയാർത്ഥ പദങ്ങളെന്നോ അല്ലെങ്കിൽ സംജ്ഞകൾ എന്നൊക്കെ പറയുമല്ലോ, അത് വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കുക എന്നുള്ളത് പണ്ടേ ഉള്ള ശീലമാണ്. ഖുർആന് മഖ്ലൂഖാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ മഖ്ലൂഖാണ്? അള്ളാൻ്റെ കലാമല്ലേ. അള്ളാൻ്റെ കലാമാണെന്ന് പറഞ്ഞാൽ പറയാം, എന്താ അള്ളാൻ്റെ കലാം കടലാസിൽ, തോലിൽ അല്ലെങ്കിൽ പലകയിൽ എഴുതലാണോ? അള്ളാഹ്ക്ക് കലാമിന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നത് ഏതോ ഒരർത്ഥത്തിൽ രണ്ടു കൂട്ടർക്കും ശരിയാണ്. അപ്പോൾ പിന്നെ അള്ളാൻ്റെ കലാമിൽ അതിൽ പ്രധാന കാര്യം എന്താണ്? അള്ളാൻ്റെ സംസാരം, അള്ളാഹുവിൻ്റെ ആശയം, അള്ളാഹു പറയാൻ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതെന്തായാലും മഖ്ലൂഖല്ല. പക്ഷെ നമ്മുടെ മനുഷ്യൻ്റെ പരിധിയിലേക്ക്, വിധാനത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കടലാസ് വേണം, അല്ലെങ്കിൽ കടലാസിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനം എന്താ വെച്ചാൽ അത് വേണം, അക്ഷരം പഠിക്കണം, ഇതൊക്കെ ശരിയാണ്. ആ നിലക്ക് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഖുർആന് പേജൊക്കെ ഉണ്ടാവും. 600 പേജിൽ നിന്നോ 604 പേജിൽ നിന്നൊക്കെ ഉണ്ടാകും. അതിലിപ്പോൾ വെറുതെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല, അസ്വസ്ഥത വികസിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് ഭയങ്കര ഒരു അബദ്ധമാണെങ്കിൽ മുസാഫ് എന്നൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? പേജിൻ്റെ നമ്പറൊക്കെ മായ്ക്കേണ്ടി വരും. അശംസു വൽ ഖമറു ബി ഹിസ്ബാൻ. അള്ളാൻ്റെ കലാമിന്, അള്ളാൻ്റെ സൃഷ്ടിക്ക്, ഇതിനൊക്കെ അള്ളാഹു ഒരു എന്താ പറയുക, പിന്നെ കണക്ക്, എണ്ണം നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ആ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. ഇപ്പോൾ അമാറു ഉമ്മത്തി മാബൈന 60 70, 60-70 വയസ്സാണ് അന്നത്തെ ഒരു കണക്ക് പ്രകാരം പറഞ്ഞതാണ്. 60-70 അത് പറയാൻ പറ്റൂല. പക്ഷെ പറയും, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സമയം ഒക്കെ ഉണ്ട്. സമയത്തിൻ്റെ കാര്യത്തിൽ വലിയ കണിശതയുള്ള ആൾക്കാരാണ് നമ്മൾ. ഖുർആൻ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്. അള്ളാഹു നേരെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത്, ആർക്കൊക്കെയാണ് അതിന് പറ്റുക എന്നുള്ളതൊക്കെ അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൂസാ നബി കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, മനുഷ്യൻ എന്ന ഒരു അടിത്തറ ഉണ്ട്. ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെയൊക്കെ വിലയിരുത്തേണ്ടത്, കണക്കാക്കേണ്ടത്, തിട്ടപ്പെടുത്തേണ്ടത്. അങ്ങനെ മനുഷ്യനെ സ്വീകരിച്ചുകൊണ്ട്, ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഇത് എല്ലാവരുടെയും നബിയാവുള്ളൂ, എല്ലാവർക്കും സ്വീകാര്യനാവുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം നബി അങ്ങനെയാണ് ജീവിച്ചിരുന്നത്. സാധാരണ പറയുന്ന കാര്യമാണ്, റസൂലുള്ള വഫാത്താകുമ്പോൾ സല്ലല്ലാഹു അലൈഹി യാ സയ്യിദി യാ റസൂലുള്ള 4 ദിർഹമിന് അള്ളാൻ്റെ റസൂലിൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ അടുത്ത് പണയത്തിലാണ്. ആ സമയത്ത് എന്തായാലും ഇത്ര ചെറിയൊരു സംഖ്യക്ക് 4 ദിർഹമിന് ഒറ്റ മുസ്ലിമിനും കിട്ടിയില്ല നബിക്ക്. അതേനെ വഫാത്തിൻ്റെ മുമ്പാണ്, കുറച്ച് പിന്നെ ക്ഷീണമൊക്കെ ഉള്ള സമയമാണ് എന്ന് ഏകദേശം നമുക്ക് കണക്കാക്കാലോ. അപ്പം അത്തരം കാര്യങ്ങളിൽ എന്താ പറയുക, തടസ്സങ്ങളില്ല. ഇപ്പം നമ്മളൊരു അങ്ങാടി പോവുകയാണ്, ചായ കുടിക്കണം. ആ ചായ ഹോട്ടലിൻ്റെ ടീ സ്റ്റാളിൻ്റെ ബോർഡ് നോക്കണ്ട, ക്യാഷിലിരിക്കുന്ന ആളുടെ വേഷമോ ചിഹ്നങ്ങളോ നോക്കണ്ട, തലേൻ്റെ മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന അത് നോക്കണ്ട. ഖുർആൻ തന്നെ പല രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലും അതുണ്ട്. ഒരു യാത്രയിൽ നബിയെ ഖുറൈശ് വംശജയായ, ഖുറൈശ് എന്നെൻ്റെ ഓർമ്മ, ഒരു സ്ത്രീ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു.
ഒരു രാഷ്ട്രത്തലവൻ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒക്കെ നമ്മൾ വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുമോ? അതെന്തെല്ലാം സുരക്ഷാ സംഗതികളുണ്ട്, അത് പറ്റൂലല്ലോ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരുടെയും നബി ആയതുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കുകയും ചെയ്താണ് ജീവിച്ചത്. 4 ദിർഹമിൻ്റെ ആവശ്യമുണ്ട്. അത് അപ്പോൾ അതിന് ഇപ്പോൾ ഒരു 4 ദിർഹം കിട്ടണമല്ലോ എന്ന് തോന്നിയപ്പോൾ ആദ്യം സമീപിക്കാൻ പറ്റിയത് ഒരു പക്ഷേ ഒരു ജൂതനെയായിരിക്കും. എന്താ ഒരു കാര്യമുള്ളത്? നബി മദീനയിൽ വരുമ്പോൾ തന്നെ മദീനയെ പ്രതിരോധിക്കാൻ വേണ്ടി, മദീനയെ ആക്രമിക്കാൻ വേണ്ടി അറബി ഗോത്രങ്ങളെല്ലാം കൂടി കോപ്പ് കൂട്ടുന്ന സന്ദർഭത്തിൽ അവിടെ മക്കത്ത് ചെന്നപ്പോൾ തന്നെ, അല്ല മദീനത്ത് ചെന്നപ്പോൾ തന്നെ നബി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ മുന്നണി ഉണ്ടാക്കി. അവർ മറ്റൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ സംഗതികളോട് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഒരു സെക്യുലർ രാജ്യം കെട്ടിപ്പടുക്കുക, ഈ മുന്നണി ഭരണമാക്കുക, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതൊക്കെ നബി ചെയ്തു എന്നുള്ളതാണ് ശരി. അപ്പോൾ ചരിത്ര പ്രസിദ്ധമായ ആ വസീഖയിൽ അന്ന് ഇവരുമായി ഉണ്ടാക്കുന്ന ആ ഒരു ധാരണ, ആ ധാരണയിൽ മുസ്ലിങ്ങളുടെ തൊട്ടടുത്ത് പരിഗണനയും പരിചരണവും കിട്ടുന്ന വിഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ താഴെ കിട്ടുന്നവരും പറഞ്ഞിട്ടുണ്ട്. ചിലരെ പറ്റി അവർക്ക് മുസ്ലിങ്ങൾക്ക് സമാനമായ അവകാശങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞത് രേഖയിൽ കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കർമ്മം കൊണ്ട്, പ്രയോഗം കൊണ്ട് എല്ലാവരുടെയും നബിയാണ്. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവരുടെയും നബിയാണ് എന്ന് പറയാം, അതേ സമയത്ത് ആരെയും വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക. ഈ തക്ഫീർ എന്ന് പറയും, ആളുകളൊക്കെ കാഫിറാക്കിയിട്ട് മാറ്റി നിർത്തുക. ഈ പരിപാടി കുറേ കാലമായിട്ട് മുസ്ലിം ലോകത്ത്, അത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉള്ളതാണ്. ആ വിഷയത്തിലൊക്കെ ധാരാളം പണ്ഡിതന്മാർ ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ട്, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ ഇത്തരം വികലമായ ആലോചനകളൊക്കെ ഒഴിവാക്കി ഋജുവായ ആലോചനകൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നിട്ട് നമ്മുടെ കർമ്മം അങ്ങനെ ആവണം. ഇതൊരു ഓപ്പൺ സമൂഹമാണെന്ന് എല്ലാവർക്കും തോന്നണം. ഖുറൈശി വനിത ഭക്ഷണം കഴിക്കാൻ നബിയെ ക്ഷണിച്ചു, ശങ്കിച്ച് നിന്നില്ലല്ലോ നബി എന്ന സംശയിക്കാവുന്ന കാര്യം അത് സംഭവിച്ചല്ലോ. വിഷം കലർത്തിയ ഭക്ഷണമാണ് വയസ്സായ ആ സ്ത്രീ നൽകിയത്. അതിനെ തുടർന്നുണ്ടായ വിഷബാധ കൊണ്ടാണ് രോഗമുണ്ടായത്, ആ രോഗം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഉണ്ടായത് എന്നൊക്കെ ചരിത്രകാരന്മാരിൽ പറഞ്ഞവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. മറ്റൊരു തരത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ലികൈലാ യകൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദർ റുസുൽ. ദൂതന്മാരെ അയച്ചാലല്ലേ പിന്നെ ന്യായമുള്ളൂ. എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല എന്ന ഒരു ചോദ്യം ആളുകളോട് നാളെ മരിച്ചു എന്നിട്ട് ചോദിക്കണമെങ്കിൽ, ഇസ്ലാം എന്തുകൊണ്ട് സ്വീകരിക്കണം, എനിക്ക് മനസ്സിലായില്ലല്ലോ, ഞാൻ അറിഞ്ഞില്ലല്ലോ, കേട്ടില്ലല്ലോ, എന്നെ ആരും പഠിപ്പിച്ചില്ലല്ലോ എന്നുള്ളത് വരുമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ നമ്മളെല്ലാവരെയും മാറ്റി നിർത്തി എല്ലാവരെയും പ്രതിപക്ഷത്ത് നിർത്തുന്ന പരിപാടിയാണ്. അവിടെ നമുക്ക് സഹിഷ്ണുതയും ഉയർന്ന മാന്യതയും ചിലപ്പോൾ ചിലരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഖുർആന് വളരെ വ്യക്തമായിട്ട് പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. ഒരായത്തുണ്ടല്ലോ, ആയത്ത് തെറ്റുമ്പോൾ പറഞ്ഞട്ടോ, ഇന്ന ഔ ഇയ്യാക്കും ലഅലാ ഹുദൻ ഔ ഫീ ളലാലിൻ മുബീൻ. ഒന്നുകിൽ ഞങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ തെറ്റാണ്. അപ്പം അള്ളാഹ്ക്ക് നിങ്ങളോ ഞങ്ങളോ ശരിയാണ്, ഞങ്ങളോ നിങ്ങളോ ഒരു ടീം തെറ്റാണ് എങ്ങനെ പറയാ? അള്ളാഹ്ക്ക് അറിയില്ലേ? അള്ളാഹ് നേരെ ഇറക്കിയ ഖുർആനാണല്ലോ, ഈമാനാണല്ലോ, ഇസ്ലാമാണല്ലോ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പിന്നെന്തിനാ ഇന്ന ഔ ഇയ്യാക്കും? രണ്ടാലൊരു കൂട്ടർ ശരിയാണ്, അപ്പം ഞാൻ തന്നെയാണ് ശരി എന്ന്
എന്തുകൊണ്ട് അള്ളാഹ്ക്ക് പറഞ്ഞൂടാ? അത് നമ്മൾ ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു തരം പ്രതിപക്ഷ ബഹുമാനാണ്. ഒരാളോട് അവനെല്ലാം അംഗീകരിച്ചതുപോലെ സംസാരിക്കുന്നത് അല്ലല്ലോ സംസാരത്തിൻ്റെ തുടക്കത്തിൽ വേണ്ടത്. ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക തുഫ്ലിഹു, എന്നങ്ങൾക്ക് വിജയിക്കാം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് മാ ലാ ഇലാഹ ഇല്ലല്ലാഹ് വകൈഫ നുഫ്ലിഹു ബിലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പണ്ട് ഇവിടെ ഒരു ബിദഈ കക്ഷികളുടെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനം ഞാൻ ഓർക്കുകയാണ്. ദഅവത്ത് നടത്തണം, അത് വളരെ എളുപ്പമാണ്, ഒരു മണിക്കൂർ 2 മണിക്കൂറല്ലേ വേണ്ടതുള്ളൂ. ഒരു തരം പോഴത്താണല്ലത്. ഒരാളെ കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ശരി, ഇസ്ലാം ദീനാണ് ശരി എന്ന് പറയാൻ 2 മണിക്കൂറും വേണ്ട, 2 മിനിറ്റോ 20 മിനിറ്റൊക്കെ മതി. എന്നാൽ അങ്ങനെയാണെങ്കിൽ അതാണ് കടമ ബാധ്യത ഒഴിവാക്കാനുള്ള മാർഗമെങ്കിൽ അള്ളാൻ്റെ റസൂല് ഇനി നൂഹ് നബിൻ്റെ കഥ പിന്നെ സംഭവമൊക്കെ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. 950 കൊല്ലം നൂഹ് നബി ജീവിച്ചു എന്നാണ്. വആശ യദ്ഉ ബി ആയാത്തിൻ മുബയ്യിനത്തിൻ ഫീ ഖൗമിഹി അൽഫ ആമിൻ ഗൈറ 50. അത് പണ്ട് നഹ്വ് പഠിക്കുമ്പോൾ ഏതോ ഷാഹിദിൽ ഉള്ള പദ്യമാണ്, അതുകൊണ്ടാണ് ഓർമ്മ കിട്ടുന്നത്. അപ്പോൾ 100 കൊല്ലം 200 കൊല്ലം 950 കൊല്ലം ഇപ്പറഞ്ഞ മാതിരി 2 മിനിറ്റ് പോരാ, 20 മിനിറ്റ് പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പണിയെടുത്തത് 23 കൊല്ലാണ്. അപ്പോൾ ചുരുക്കത്തിൽ സമയമെടുത്ത് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ച് അവരിൽ നിന്ന് സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച് വെച്ച് അങ്ങനെ ഇസ്ലാമിൻ്റെ ദഅവത്ത് നടക്കുള്ളൂ. കള്ള് ഒഴിവാക്കണം എന്ന് പറഞ്ഞു, ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. ലാ തഖറബു സ്വലാത്ത വഅൻതും സുക്കാറ, കള്ള് കുടിച്ച് ബുദ്ധി പോയിട്ട് നിസ്കരിക്കാൻ വരരുത് എന്നാ. അപ്പം നിസ്കാരം ഇതിൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഘട്ടം ഘട്ടമായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഘട്ടം ഘട്ടമായിട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ട് 10ഉം 20ഉം കൊല്ലം ജീവിച്ച് എല്ലാവരെയും സ്വീകരിച്ച് എല്ലാവർക്കും കൊടുത്തു, വിവേചനങ്ങളൊന്നുമില്ലാതെ ഇൻക്ലൂസീവായ സമീപനം സ്വീകരിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ദഅവത്ത് നിർവഹിക്കപ്പെടണം. അതാണ് കടമ. അല്ലാതെ ഇപ്പം നമ്മൾ കുറേ തമ്മിൽ വഴക്കടിക്കുക, എന്നിട്ട് ഇങ്ങനെ കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, എല്ലാവർക്കും നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇൻ്റെത് ശരിയാണ്. അങ്ങനെ സാറ്റിസ്ഫാക്ഷനുള്ള കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അവർ മാറ്റി പറയും. അപ്പം സമകാലിക സംഭവ വികാസങ്ങളിൽ രാഷ്ട്രീയത്തിലാവട്ടെ മതത്തിൻ്റെ അകത്തെ ചർച്ചയിലാവട്ടെ നമ്മളിങ്ങനെ മാറി മറിയുന്നത് കാണുന്നുണ്ടല്ലോ. തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത്, കൂടുതൽ ശരി ഏതാണോ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, ശരിയെ പുൽകുക എന്ന് പറയുന്നത് ഒരു കുറച്ചിലായിട്ട് എന്തിനാണ് ആൾക്കാർ കണക്കാക്കുന്നത്? ഇപ്പം ഞാൻ പറയാം, ഞാൻ 35 കൊല്ലമായി ഏർപ്പാടിൽ ഇതുവരെ ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എത്രമാത്രം അല്പത്തമാണത്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ കൂടുതൽ ശരി, അത് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ 2 തരം ശരിയുണ്ട്. അള്ളാഹ്ക്ക് കാലമില്ല, സമയമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരി പ്രായോഗികമായിട്ട് നമുക്ക് ശരിയാവുന്നതെന്നർത്ഥം. അപ്പോൾ വല്ലതും ചിലതും ചെയ്യേണ്ടി വരും, സമയത്തിനനുസരിച്ച് പിന്നെ മ്യൂട്ട് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടി? ഇത്തി ബി ഖൈരിൻ മിൻഹ, അതിനേക്കാൾ ഭേദപ്പെട്ടത് കൊടുക്കാൻ വേണ്ടി. ഘട്ടം ഘട്ടമായി പ്രവാചകന്മാരെ അയച്ചതിന് എന്തുകൊണ്ടാണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തൗഹീദ്, ആഖിറത്തിലുള്ള വിശ്വാസം തുടങ്ങിയത് ആദം നബി തൊട്ട് പിന്നെ മാറ്റമൊന്നുമില്ല. ശറാഇഅ് ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്. സവായിക്കലേറ്റ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൂപ്പര് ഉസൂലിയങ്ങൾ ആരെ ഉദ്ധരിച്ച് പറഞ്ഞതാണ്. ശറഅ് നിയമമല്ല മാറുന്നത്, ജനങ്ങളുടെ സാഹചര്യങ്ങളാണ് മാറുന്നത്. ഇപ്പം നിസ്കരിക്കണം എന്ന് പറഞ്ഞ സാഹചര്യം രോഗം വന്നാൽ നിൽക്കാൻ വയ്യാതെ വന്നാൽ മാറിയല്ലോ എന്നതുപോലെ ഇപ്പം നമ്മൾ പ്രാക്ടിക്കലി അറിയുന്ന അനുഭവിക്കുന്നൊരു കാര്യമാണ്.
തവാഫ് ഇന്ന് ഹജ്ജിന് പോവുകയാണെങ്കിൽ തവാഫിൽ ഒതു മുറിയാതെ ഷാഫി മദ്ഹബ് അനുസരിച്ച് തവാഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ശരി കൂടുതൽ പ്രായോഗികമായത് ആർക്ക് പ്രായോഗികമായത്? മാറി വരുന്ന ജനങ്ങൾക്ക് പ്രായോഗികമായത്. ഇപ്പോൾ 1500 കൊല്ലം മുമ്പ് കമ്പ്യൂട്ടറില്ല, AI ഒന്നുമില്ല. ഇന്നിപ്പോൾ കമ്പ്യൂട്ടറുണ്ട്, AI ഉണ്ട്, മറ്റ് അനേകം സാങ്കേതിക സൗകര്യങ്ങളുണ്ട്. ഈ ഒരു സ്ഥിതിയെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ എത്ര കണ്ട് ഉപയോഗിക്കാൻ പറ്റും, അവലംബിക്കാൻ പറ്റും എന്ന ഒരു ചർച്ച അന്തരീക്ഷത്തിൽ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസ്തിസാക്കിൻ്റെ മാനദണ്ഡങ്ങൾ എന്ത് എന്ന് പണ്ട് തന്നെ പറയപ്പെട്ടിടത്ത് അതിൻ്റെ ബേസ് കൂടി പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉസൂൽ പഠിക്കണം, മഖാസിദ് ശരിയ പഠിക്കണം എന്നൊക്കെ പറയണത്. ഇത് പിന്നെ ഉലമാഉ ഉസൂലുദ്ദീൻ, ഉലമാഉ ഉസൂലുൽ ഫിഖ് ഒക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആളുകളൊക്കെ സ്വീകരിക്കുക, നമുക്ക് തെറ്റു പറ്റൂല എന്ന ധാരണ. നിങ്ങൾ ചെറുപ്പക്കാരാണ്, പണ്ഡിതന്മാരാണ്, ഒരുപാട് കാലം ഇനി നിങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കും പഠിക്കാനുണ്ട്, നമുക്ക് നിങ്ങളെക്കാൾ പഠിക്കാനുണ്ട്. പക്ഷെ പ്രായം, സമയത്തിൻ്റെ ലഭ്യത, ഒരു അള്ളാൻ്റെ രീതി അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പം നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ഭേദപ്പെട്ട പ്രയോഗവൽക്കരണത്തിൽ, തംഫീദിൽ, തത്ബീക്കിൽ, ളുറൂഫുന്നാസ് അത് മാറി മാറി വരുമ്പോൾ ഒരു കാലത്ത് പറ്റാത്തത് ഈ കാലത്ത് പറ്റിയെന്ന് വരും. അത് വളരെ സ്വാഭാവികമാണ്. അത് അള്ള പോലും ചെയ്തിട്ടുണ്ടെന്നല്ലേ പറയണത്. മാനൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ. എനിക്ക് തെറ്റ് പറ്റൂല എന്ന് ആരും വിചാരിക്കരുത്. നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഇസ്ലാം വളരെ പ്രസക്തമായ ഒന്നായിട്ട് മാറുന്നത്. നമ്മളൊരു പക്ഷേ സീറയെ വല്ലാതെ അങ്ങനെ വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റുള്ളവർ ഇസ്ലാമിനെ പഠിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ഞാൻ വായിച്ചു കൊടുത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്, ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ വളരെ പരക്കെ പറയപ്പെടുന്ന കാര്യമാണ്, 100 ആളുടെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒന്നാമതായി നബിയെ വെച്ച്, അയാളതിന് പറയുന്ന ന്യായം എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, സംസാരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ളവർക്ക് പറയാണ്, സമന്വയമാണ്. നബിമാർ പലരും ദീനിയായ കാര്യങ്ങൾ മാത്രം. ഏതോ ഒരു പിന്നെ ആസ്ട്രേലിയക്കാരൻ ഒരു സ്കോളർ പിന്നെ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പിന്നെ ബുദ്ധിക്ക് ഖുർആൻ വലിയ സ്ഥാനം കൽപ്പിക്കുന്നു, ബുദ്ധിക്ക് ഖുർആൻ വലിയ സ്ഥാനം കൽപ്പിക്കുന്നു എന്നതാണ് ഇസ്ലാമിൻ്റെ വിജയത്തിൻ്റെ നിദാനം. ആര് പറഞ്ഞതെന്ന് അറിഞ്ഞൂടെ, അലി ബിൻ അബി താലിബ് എന്നവരോ മറ്റോ, ഏതായാലും ഈ പിന്നെ അശരിമാമിൻ്റെ ഇബാനൻ്റെ ആമുഖത്തിലെ മറ്റോ ഞാൻ കണ്ടത്. ഹദ്ദിസുന്നാസ ബിമാ യഫ്ഹമൂൻ. അത് തന്നെയാണ് ഇപ്പോൾ ഇയാൾ ഈ സ്കോളറും പറയുന്നത്. ജനങ്ങൾക്ക് മനസ്സിലാവണം. നമ്മൾക്ക് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മളാണ് കുറ്റക്കാർ. ഒമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. അപ്പം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെ പ്രയോഗത്തിൽ കൊണ്ടുവരും. ഇപ്പം നമുക്കൊരു ഇസ്ലാം കിട്ടി, അത് ഇർജുവായ ഇസ്ലാമാണ്, ഒരു തർക്കം അതിലില്ല. അതേ സമയത്ത് തർക്കം ഉള്ളവരുണ്ട്, ഞങ്ങൾക്കിത് മനസ്സിലാവില്ല എന്ന് പറയുന്നവർ, അവരുടെ കൂടി നബിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ മുത്തുനബി പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന് അവൻ്റെ ഭാഷയിൽ പറഞ്ഞു കൊടുക്കൽ നമ്മുടെ കടമയല്ലേ? അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? ഇപ്പോൾ റബീഉൽ അവ്വൽ ഈ പരിപാടി, ഇങ്ങനെയുള്ള അനേകം പരിപാടികൾ നടക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇടയിൽ പോലും ക്ലച്ച് പിടിക്കണില്ല വേണ്ട ആളുകൾ. ശരിക്കും നമ്മുടെ മുഖാത്തബായിരിക്കേണ്ടത് ആരാണ്? കൊടുത്തവർക്ക് തന്നെ കൊടുക്ക് പഠിച്ചവനെ എന്ന് തമാശക്ക് പറയാറുണ്ട്. ഇത് അസൂയ കൊണ്ട് പറഞ്ഞാണ്. ജീവിക്കാനൊരു മാർഗം ഉണ്ടാകുന്നില്ല. മുതലാളിയാണെങ്കിലും ഇങ്ങനെ, അപ്പോൾ എന്നാ പഠിച്ചവനാ നീ കൊടുത്തവർക്ക് തന്നെ കൊടുക്കുക. ആ തിയറിയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഈ ഒരു ഹാളിൽ ഈ പരിപാടി നടത്തുകയാണ്. ഇതിൻ്റെ ഒരു കപ്പാസിറ്റി ഇപ്പം നമുക്ക് കണക്കൂട്ടാം.
ഇപ്പം നമ്മൾ തൽക്കാലം അത്ര മതി എന്ന് വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അന്യതി അള്ളാഹുബിക റജുലൻ ഖൈറുല്ലക്ക മിന ദുനിയ വമാഫിയ എന്ന് പറഞ്ഞിട്ട് ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള എഫേർട്ടുകൾ എല്ലാം കൂടി വേറൊരു തരത്തിൽ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട. ഒരു ചെറിയ ഒരു 5 ആൾ 6 ആൾ ഇരിക്കുന്ന ഒരു ചെറിയ ഒരു ടേബിളിലേക്ക് ആളുകൾ വരികയാണെങ്കിൽ വരുത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിലല്ലേ അന്യതി അള്ളാഹുബിക പ്രാഥമികമായിട്ടുള്ള അർത്ഥം തന്നെയല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രവർത്തന ശൈലി ആകെ മാറ്റേണ്ടതുണ്ട്. എപ്പോഴും പറയുന്ന മാതിരി ഇസ്ലാം ലളിതം സുന്ദരം എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ലളിതം സുന്ദരമാവണത്? അത് നമ്മൾ പറഞ്ഞതല്ലല്ലോ. നമ്മൾ ഖുർആനിലുള്ള ആശയം എടുത്തു വെച്ചു എന്നല്ലേ ഉള്ളൂ, മലയാള ഭാഷയും കൊടുത്തു എന്നല്ലേ ഉള്ളൂ ഖുർആൻ ചെറുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് ഇപ്പോൾ ഏകദൈവ വിശ്വാസം ഞാൻ വായിച്ചിട്ടുള്ള പല മലയാള എഴുത്തുകാരും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എന്ന് പറയണില്ലെങ്കിലും ഏകദൈവ വിശ്വാസമാണ് ഇവിടെയൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട്. മലയാളത്തിലെ പല എഴുത്തുകാരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഏകദൈവ വിശ്വാസമാണ് ഉള്ളത്. കാരണം അവരും തന്നെ സൃഷ്ടി സ്ഥിതി സംഹാരം ഈ മൂന്നെണ്ണം സൃഷ്ടി സ്ഥിതി സംഹാരം ഇത് കഴിച്ച് വേറൊരാളുണ്ടല്ലോ പരബ്രഹ്മം എന്ന മറ്റൊക്കെ പറയുന്ന അത് തന്നെയല്ലേ ഏകദൈവം, ഏകനായ ദൈവം. അതെല്ലാവരും വേറൊരർത്ഥത്തിൽ അംഗീകരിക്കുന്നതാണ്. പിന്നെ 3 മൂർത്തികളെ അല്ലെങ്കിൽ അനേക മൂർത്തികളെ അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന ഇബാദത്ത് അർപ്പിക്കുന്നു എന്നിടത്താണ് പ്രശ്നം കിടക്കുന്നത്. പിന്നെ അവിടെ തൗഹീദുർ റുബൂബിയത്ത് ഉലൂഹിയത്ത് അതൊക്കെ ഉണ്ട് കേട്ടോ. അത് തള്ളി ചുരുക്കി പറയല്ല ഞാൻ പറയണത് അള്ളാഹ് ഉണ്ട് എന്നുള്ള അടിസ്ഥാന വിശ്വാസം ഉണ്ടല്ലോ. പക്ഷെ അള്ളാഹിൻ്റെ കൂടെ വേറെ ചില ആളുകളെ പങ്കാളികളാക്കുന്നു എന്നുള്ളതാണ്. അതിന് തന്നെ കാര്യം വ്യക്തമാണല്ലോ. കുറേ വിഗ്രഹങ്ങൾ, കുറേ ദൈവങ്ങൾ, അതൊക്കെ ദൈവങ്ങളാണെന്ന് പറയാം. എന്നിട്ട് മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്നും പറയാം. അതിൻ്റെയൊക്കെ ഉള്ളിൽ അള്ളാഹ് ഉണ്ടല്ലോ. അവരും പറയുന്നത് ഇബാദത്ത് തന്നെയാണ്. മാൻ അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. അപ്പം ഞാൻ പറയുന്നത് ഇസ്ലാമിൻ്റെ പിന്നെ ഉജൂദുള്ള വഹിദാനിയത്ത് അതുള്ളത് തന്നെയാണ്. അത് ദൈവമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരൊക്കെ ദൈവമുണ്ടെന്ന് അംഗീകരിക്കാത്തവരെ മതമില്ല എന്ന് പറയുന്നവരെ നമ്മൾ കണക്കിലെടുക്കണില്ല. എല്ലാവരും അംഗീകരിക്കുന്നത് തന്നെയാണ്. എത്ര എളുപ്പമുണ്ട്. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി ഇസ്ലാമിൻ്റെ പേരിൽ പിന്നെ ഉള്ള കാര്യം എന്താ? ദിവസം ചെയ്യേണ്ട കാര്യം 5 നിസ്കാരമുണ്ട്. 5 നേരത്തായിട്ട് അരമണിക്കൂർ. മിനിമം പത്രമല്ലേ ഉള്ളൂ. മാക്സിമം നമ്മളിഷ്ടമാണ്. അതിപ്പോൾ എന്തിനാ തടസ്സം? ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രേക്ക്, ഒരു ആശ്വാസം കൊള്ളൽ. മനുഷ്യനെ ഈ പിന്നെ ടെക്കിൻ്റെ യോഗത്തൊക്കെ അങ്ങനെയാണല്ലോ. ഇരുന്ന് ജോലിച്ച് കണ്ണും ആകെ തകരാറായി അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് തോറാൻ കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് വേറെ സ്ഥലം മാറുന്നു, കയ്യും കാലൊക്കെ കഴുകുന്നു, വാഷ്റൂമിലൊക്കെ പോകുന്നു. അത്ര വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒന്നല്ലേ ഉള്ളൂ. പിന്നെ സക്കാത്ത് മുതലാളിമാർക്ക് മാത്രമുള്ളതല്ലേ. ഹജ്ജ് അത് മുതലാളിയും അതിലപ്പുറമുള്ളവർക്കുള്ളതല്ലേ. പിന്നെ നോമ്പാണ് ആരോഗ്യമുള്ളവർക്കുള്ളതല്ലേ. എന്തെല്ലാം ഇളവുകൾ അതിലുണ്ട്. അപ്പം ഇത് ലളിതമാണ്, സുന്ദരമാണ്. ബുദ്ധിപരമായിട്ട് ഇതൊക്കെ ഇപ്പോൾ ഈ പാശ്ചാത്യൻ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ഏതോ മറ്റൊരു സ്കോളർ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അവരൊക്കെ പറഞ്ഞ മാതിരി വേറെ ആരോ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളെ നിങ്ങൾ സ്ത്രീകളെ ബഹുമാനിക്കണം. സ്ത്രീകളെ ബഹുമാനിക്കാത്ത ഒരു സമൂഹവും വിജയിക്കൂല. അതിപ്പോൾ ഉറപ്പന്നല്ലേ. 4 കാല്, 2 കാല് പെണ്ണ്, 2 കാല് ആണ്. ഇനിയിപ്പോൾ പണ്ട് വളരെ പരിഹസിക്കപ്പെട്ടൊരു വാക്കാണത്, ഒരു വാഹനത്തിൻ്റെ 4 ചക്രങ്ങൾ. അപ്പോൾ അവിടെ സ്ത്രീ സമത്വം പറയപ്പെട്ടു എന്നാണ്. കാരണം 4 ടയറും അങ്ങനെ 4 ടയറ് സമത്വമൊന്നുമല്ല. നമ്മളൊക്കെ വാഹനറ്റ് കിടക്കുന്ന ആൾക്കാരാണ്. 4 ടയറ് 2 തേയാത്തത് നോക്കിയിട്ട് മുന്നിക്കിടും. കാശിൻ്റെ കുറവുണ്ടെങ്കിൽ പിശുക്കുണ്ട്, പിന്നെ തേഞ്ഞ് കുറച്ച് പൊട്ടാൻ സാധ്യതയുള്ള ബാക്കൊക്കെ ഇടും. അങ്ങനൊന്നുമില്ല. അതൊക്കെ നുണ പറയാണ്. അതൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി പറയാണ്. അപ്പം ഞാൻ പറയണത് പിന്നെ പെണ്ണുങ്ങൾ പിന്നെ ഈ ജീവിതത്തിൻ്റെ പാതി
വാസ്തവത്തിൽ പാതി എന്നല്ല പറയേണ്ടത്, പാതിയിൽ കൂടുതൽ എന്നാണ്. ഇപ്പോൾ പെണ്ണുങ്ങൾ ചെയ്യേണ്ട പണി ചെയ്തില്ലാന്ന് വിചാരിക്കുക, നമ്മളാരും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങളെന്താ ഐക്യു കവിത എന്നേറ്റ പറഞ്ഞല്ലോ. പണ്ട് കോഴിക്കോട്ട് എന്താ ഇത് ഏതോ ഒരു പുസ്തക പ്രദർശനത്തിനോടനുബന്ധിച്ച് പിന്നെ എഴുതപ്പെട്ടൊരു എന്താ തോന്നുന്നുണ്ട്, ആകെ എനിക്കിപ്പോഴത്തെ ഓർമ്മയെന്ന് പറയാ, എന്നാലും എൻ്റെ ഉമ്മ എന്നെ ചുട്ടു തിന്നില്ലല്ലോ, എന്നാലും എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ എന്നെ ചുട്ടു തിന്നില്ലല്ലോ എന്ന്. അപ്പോൾ മുപ്പത്തിയേർക്ക് തോന്നുകയാണ് ഇത് നല്ല ഇളം ഇറച്ചിയാണ്, നല്ല ഒന്നായിട്ടുണ്ട് ഫ്രൈ ചെയ്താലോ. അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ദയയും കാരുണ്യവും വെച്ചിട്ടാണ് നമ്മളൊക്കെ വലിയ ആൾക്കാരായിട്ട് ഇവിടെ ഇരിക്കുന്നത്. വലിയ അഹങ്കാരവും ഡെമ്പും നടിച്ച് നടക്കുന്നത്, ഉമ്മാനെ തല്ലാൻ നോക്കുന്നത്, ഉമ്മാനെ കൊല്ലാനും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനും നോക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാത്ത ആൾക്കാർ വിജയിക്കൂല. കാരണം 4 ചക്ര വാഹനം 2 ചക്രത്തിൽ ഓടൂല. ഈ 4 ചക്രത്തിൽ പിന്നിലേക്ക് നമ്മൾ മാറ്റിയിട്ട 2 ചക്രം ഉണ്ടല്ലോ, അത് എന്തായാലും നമ്മളെ ചുറ്റുവട്ടത്ത് ഒക്കെ ഓടാൻ ഉപയോഗിച്ചു വരും. അത് തന്നെ ഇരുട്ടുന്നത് വരെ. അഥവാ പിന്നെ ഇതിനിപ്പോൾ കാശ് ചിലവാക്കണ്ട, ഇവിടുന്ന് പെരിന്തൽമണ്ണ വരെ പോകാനുള്ളൂ, അല്ലെങ്കിൽ കോട്ടയ്ക്ക് വരെ പോയി നടക്കും, ബസ്സിനോട്ട് പോരാ, ബസ് നിന്നാൽ പിന്നെ ധൈര്യപ്പെട്ട് പോകില്ല. ആ അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചറാകാനായ കമ്പി കണ്ട ടയറ് അതിട്ടിട്ട് ഇങ്ങനെ വാഹനം ഓട്ടുകയാണ്. സ്ത്രീയെ ബഹുമാനിക്കാത്ത സമൂഹത്തിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അത് വലിയ ചിന്തകന്മാരും സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മനുഷ്യന് നല്ലൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ അവനൊരു കുടുംബം വേണം, ഒരു ജീവിത പങ്കാളി വേണം. ലിതസ്കുനു ഇലൈഹ എന്ന് ഖുർആൻ പറഞ്ഞ മാതിരി കാര്യമൊന്നും ഇല്ലെങ്കിലും പെരി ചെന്ന് തുണിപ്പാൻ മാറ്റിയിട്ട് കെട്ടിയോളോടൊന്ന് പറയാ, ഉമ്മാനോടൊന്ന് പറയാ. അങ്ങനെയല്ലാതെ ഇവരെന്തേലും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് അള്ള ഉണ്ടാക്കിയ ആൻഡ്രോയിഡ് എന്നൊക്കെ പറഞ്ഞ മാതിരി അള്ള ഉണ്ടാക്കിയത് നിക്ഷേപിച്ച ഒരു സോഫ്റ്റ്വെയറാണ്. അള്ളില്ലെങ്കിൽ നിങ്ങൾ അള്ളല്ലാത്ത ഒരു സ്രഷ്ടാവിനെ കാണുന്ന എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ സമയം കഴിഞ്ഞൊന്ന് വിചാരിക്കണേ, ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കുത്തിയിരുന്ന് ആലോചിക്കണം. എങ്ങനെ ഇപ്പം ഈ നബി എല്ലാവരുടെയും നബിയാകുക? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നബിയായിട്ട് രംഗത്ത് വന്നതിൻ്റെ ശേഷമാണല്ലോ പിന്നെ പറയുന്നത് നമുക്ക് മനസ്സിലായവരും ഒപ്പം കൂടലൊക്കെ. ആദ്യം പറഞ്ഞത് നമ്മളോടല്ല, അവരോടാണ്. എല്ലാവരുടെയും നബിയാണ്. നബിയെ പിന്നെ അള്ളാ അയച്ച സമയത്തെ നിയോഗ ലക്ഷ്യവും സ്ട്രാറ്റജികളും അതൊക്കെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളത് മാത്രമാക്കാനും പിന്നെ അത് ഞാനൊരു പിന്നെ എൻ്റെ കെട്ടിയോനും ഒരു തട്ടാനെന്ന് പറഞ്ഞ മാതിരി ഫിലോസഫി ഇറക്കാനൊക്കെ ആരാ നമുക്ക് അനുവാദം തന്നത്? മുത്തനബി ലോകത്തിൻ്റെ നബിയാണ്. അപ്പോൾ മാറിസല്ലാക്ക ഇല്ല റഹ്മത്തല്ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളുടെ ഭാഷയിലാണ് സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മാ കുന്ത ബിദ്അൻ മിനർ റസൂൽ എന്ന് പറഞ്ഞ മാതിരി മറ്റു പ്രവാചകന്മാർ ഏത് റൂട്ടിലാണ് വന്നത്, ആ റൂട്ടിൻ്റെ തുടർച്ചയിൽ അതേ റൂട്ടിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മളിങ്ങനെ കൂടിയിരുന്ന് പറഞ്ഞിട്ട് റിസൾട്ട് ഉണ്ടാവില്ല എന്നേ പറഞ്ഞില്ല, കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ കബദിൽ കിടക്കണം. ഈ പിന്നെ ദഅവത്ത് WSF നിങ്ങൾ ഇപ്പോൾ അതുപോലെ മറ്റു ദീനീ സംവിധാനങ്ങൾക്കൊക്കെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയിട്ടോ വെവ്വേറെ ചെയ്തിട്ട് എല്ലാം കൂടി ഒറ്റ വായിക്കാൻ മതി. ഇപ്പോൾ ഒരു റെയിൽ മാത്രം ആക്കണ്ടല്ലോ, ലൈൻ ഇരട്ടിപ്പിക്കുക. ഇതേ ഇതിൻ്റെ തൊട്ട ട്രാക്ക് 2 ട്രാക്ക് വേറെ ഉണ്ടായിക്കോട്ടെ, എല്ലാ വണ്ടിയും കൂടി പിന്നെ ഒരു കേന്ദ്രത്തിലെത്തുക, തിരുവനന്തപുരത്തോ കാസർഗോട്ടോ എവിടെ വെച്ചാൽ അങ്ങനെ മതി. അല്ലാതെ ഇപ്പോൾ പിന്നെ ഭിന്നത വരുമെന്ന് വിചാരിച്ചിട്ട് ഒരു ട്രാക്കിൽ എല്ലാവരും കൂടി പോയാൽ തമ്മിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടിന്ന് വരും. ഇന്നലെ ഞാനേറ്റ പിന്നെ വിമാനം ഇറങ്ങാൻ നേരത്ത് പിന്നെ
പിന്നെ സിഗ്നൽ കിട്ടണില്ല. അപ്പോൾ അയാൾ ഈ സിഗ്നൽ കൊടുക്കേണ്ട ടവറിൻ്റെ ഉള്ളിലിരിക്കണ ഒരു പുഴത്തക്കാരുണ്ടാവുമല്ലോ, അദ്ദേഹത്തെ അല്ല പുഴത്തക്കാരൻ ഞാൻ വെറുതെ പറയില്ല, രാത്രി അല്ലെങ്കിൽ ആ സമയത്ത് ഡ്യൂട്ടി ചെയ്യേണ്ട ആൾ, മനുഷ്യ ജീവൻ കൊണ്ടാണ് കളി. നേരത്തെ ഉറങ്ങിയിരിക്കണം, അവിടെ ഇരുന്ന് ഉറങ്ങാൻ പാടില്ല. വിളിച്ചിട്ട് കിട്ടണില്ല. വിമാനമാണെങ്കിലോ എല്ലാവരും കൂടി കരയാൻ തുടങ്ങി, ആകാശം വട്ടിട്ട് പറക്കുകയാണ്. ഏതായാലും എയർപോർട്ടിലേക്ക് പിന്നെ ആരോ കിട്ടി. അപ്പോൾ അവർ ചെന്നിട്ട് ഇയാളെ വിളിച്ചു നോക്കുമ്പോൾ വാതിൽ തുറക്കണില്ല, വാതിൽ ചവിട്ടി പൊളിച്ച്. അപ്പോൾ മൂപ്പര് നല്ല ഉറക്കല. ഒരു ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ? ആഘാതങ്ങളും അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാനുള്ള വഴികളെടുക്കണം. ഒരാൾ ഉറങ്ങൂല എന്ന് വിചാരിച്ചാണ് ബാക്കിൽ നിന്ന് ഐക്യത്തിന് വേണ്ടിയിട്ട് ഐക്യം വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുകയാണ്. ചില വാക്കുകൾ അങ്ങനെ ഉണ്ട്. നമുക്കെതിരെ ധാരാളമായിട്ട് അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾക്കെതിരെ അവർ മതഭൗതികവാദികളാണ്, പിന്നെ എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, എന്നാൽ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. ഇങ്ങനെയൊക്കെ കേട്ടാൽ തന്നെ മനുഷ്യനെ ഇടങ്ങാറാവണേ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇപ്പോൾ വിവാദം ഉണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഹിറ്റ്ലർ മാതിരിയുള്ള കുറേ ആൾക്കാരെ കുറച്ച് മുമ്പ് പിന്നെ ലോക മഹായുദ്ധങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ചരിത്രമായിട്ടാണ് വായിക്കണത്. ഇപ്പം നമ്മൾ ലൈവായിട്ട് തന്നെ അജാതി ആൾക്കാരെ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരെ അഞ്ചന്മാരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വേദികളിലൊക്കെ അവർ വേദികളിൽ നിന്നൊക്കെ ഇറക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഉശുരും പുളിയില്ലാത്തത് കൊണ്ട് പെരിയിലൊക്കെ എങ്ങനെ, അപ്പം എങ്ങനെ ഇയാളെ മുന്നിൽ ആളില്ലാതെ അയാൾ പ്രസംഗിക്കുക എന്നുള്ളതാണ്. ആൾ പ്രശ്നമല്ലല്ലോ, അതാണല്ലോ. ആൾക്കാരുണ്ട് ഇല്ല എന്നുള്ളത് പ്രശ്നമല്ല. അങ്ങനെ ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ മനുഷ്യസഹജമായിട്ടുള്ള നോർമലായിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിച്ച ആൾക്കാർ ഗ്യാസ് ചാമ്പർ എവിടെയൊക്കെ പറഞ്ഞാൽ ചുറ്റ് പിന്നെ കൊല്ലപ്പെട്ട ആൾക്കാരാണ് ഇപ്പോൾ. എന്തായാലും ആ പണി നമ്മൾ ചെയ്യാൻ പാടില്ല, കാരണം നമ്മളെ തലമുറകൾ അത് അനുഭവിച്ചതാണ്. ഇങ്ങനെ ഒരു മനുഷ്യത്വമൊക്കെ വേണ്ടേ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പിന്നെ കൃത്യമായിട്ട് ഒരു തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്ന മാതിരി കുറച്ച് ആൾക്കാർ, ഏറ്റവും ചുരുങ്ങിയത് സമാന ചിന്താഗതിക്കാർക്കടിയിൽ നിന്ന് അങ്ങനെ ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളൊക്കെ അള്ളാൻ്റെ കലാമും അള്ളാൻ്റെ റസൂലിൻ്റെ കലാമും അതിൽ നിന്ന് നേരെ പിന്നെ ഉണ്ടായിട്ടുള്ള വിശദാംശങ്ങളും, അതാണ് ഫിഖ്. ഇതിലൊന്നും ഒരു മാറ്റമില്ല. ആ സമയത്ത് നമ്മുടെ പ്രവർത്തന ശൈലിയിലാണ് മാറ്റം ആവശ്യമുള്ളത്. നമ്മൾ ഈ മുൻഗണനാ ക്രമങ്ങൾ നിശ്ചയിക്കുന്നിടത്താണ് മാറ്റങ്ങൾ വേണ്ടത്. അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് കാര്യമായ ശ്രമം ഉണ്ടാകണം. ഇനി വരുന്ന ഫെസ്റ്റുകൾ പറ്റുമെങ്കിൽ ഇപ്പോൾ ഇത് പിന്നെ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട ചാലകശക്തികളായിട്ടുള്ള യുവ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു നോക്കുകയാണ്, പറഞ്ഞു തന്നെ പറയാമെന്നുള്ളത് നമ്മളുടെ ഒരു സംഗതിയാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് പെൺകുട്ടികളുടെ ഒരു സദസ്സിൽ പോയപ്പോൾ അവരോട് ഞാനത് പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല ബുദ്ധിയും ഭാവനയൊക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങളിനി ചെയ്യേണ്ടത് ഇതൊന്നുമല്ല. വർഷം തോറും നടത്തി വരാറുള്ള ആണ്ട് നേർച്ച എന്ന് പറഞ്ഞ ആ രീതിയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. വർഷം തോറും നടന്നു വരാറുള്ള എന്നതിന് പകരം വർഷം തോറും ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾ, ഉണ്ടായതല്ല ഉണ്ടാകാനിടയുള്ള കാര്യങ്ങൾ കുത്തിയിരുന്ന് സ്വപ്നം കാണുക. എന്താ ഇപ്പം അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ പറയപ്പെടാറുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ലോകത്തെ ഏറ്റവും വലിയ പട്ടണത്തിലാണ് മൂപ്പര് ജീവിച്ചത്. അന്ന് ബഗ്ദാദിൽ 20,000 മസ്അലകൾ വരാനിടയുള്ള അങ്ങനെ 20,000 മസ്അലകൾ മൂപ്പരും ശിഷ്യന്മാരും കൂടിയിട്ട് പരസ്പരം ഡിബേറ്റ് ചെയ്ത് വിധികളൊക്കെ കൃത്യമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ട് അവിടുന്ന് പോയിക്കുന്നത്. ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലത്ത് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോണത്? നമ്മൾ വലിയ വിദ്യാലയങ്ങളാണെന്ന് അവകാശപ്പെടുന്നു, വലിയ ഗുരുക്കന്മാരാണെന്ന് അവകാശപ്പെടുന്നു, ഭാവനാസമ്പന്നരായിട്ടുള്ള നേതൃത്വമാണെന്ന് അവകാശപ്പെടുന്നു. എന്നിട്ട് വരും കാലത്തെ സംബന്ധിച്ച് എന്ത് വരും, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, എന്തെല്ലാം ചോദ്യങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് വായിക്കാനുള്ള ടെക്നോളജി ഇപ്പം തന്നെ ഏതോ ന്യൂനമായിട്ടുണ്ട്. അതൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഇനി നിങ്ങൾ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ മുദ്രപേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടതും അത് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സീൽ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. യന്ത്രം വായിച്ചിട്ട് പറയും ഇയാണോ കുറ്റം ചെയ്തതെന്ന് ചോദിച്ചാൽ
അവൻ്റെ മനസ്സിലെന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ തന്നെ അത് യന്ത്ര നേരെ വായിച്ചിട്ട് അത് തെളിവായിട്ട് ആധുനിക ലോകം അവലംബിക്കുന്ന സ്ഥിതി വരും. ഇപ്പം തന്നെ അത് ഭാഗികമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിഗമനങ്ങൾ വെച്ചിട്ട് പരിശുദ്ധ ഫിഖ്ഹിൽ അതിലേക്കും സൂചന ഉണ്ട്. സാഹചര്യ തെളിവുകൾ മറ്റേ മറിച്ച് ഞാൻ അങ്ങനെ കുറേ തെളിവുകളുടെ രീതി ഫിഖ്ഹിൽ തന്നെ, പഴയ ഫിഖ്ഹിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ പുതിയ കാലത്തെ വളരെ വിശാലമായിട്ട് തന്നെ സ്വപ്നം കാണുകയും വേണ്ട കാര്യങ്ങളൊക്കെ സങ്കല്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഇത് പ്രായോഗികമാണ്, ലളിതമാണ്, സുന്ദരമാണ് എന്ന് ജനങ്ങളോട് പറയണം. ഇത് ലളിതവും സുന്ദരമല്ല എന്നുണ്ടെങ്കിൽ കെട്ടിത്തിരിയാൻ ആർക്കാ മാർഗം? ആർക്കാ ഒഴിവ്? ആർക്കാ അതിനൊക്കെ ഒഴിവുള്ളത്? അതിപ്പോൾ ഏത് കാര്യത്തിലപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മളിടങ്ങറാവുകയാണ്. കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കുട്ടിക്ക് മനസ്സിലാവണ്ടേ? അപ്പോൾ കുട്ടിക്ക് ഇത് രസമുണ്ട് എന്ന തോന്നലുണ്ടാക്കലാണ് എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത്. അതാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന മാതിരി ഇത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ശരി എങ്ങനെയെങ്കിലും നരകത്തുനിന്ന് അഗ്നികുണ്ഡത്തുനിന്ന് രക്ഷപ്പെടണമെന്ന അടങ്ങാത്ത ആഗ്രഹം മുൻനിർത്തിയിട്ട് നമ്മൾ ലാളിത്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, ഋജുത്വത്തിൻ്റെ മാർഗങ്ങൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ പണി. എന്നിട്ട് ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. കൊടുത്തവർക്ക് തന്നെ കൊടുക്കുക പടച്ചോനെന്ന് പറഞ്ഞായിട്ട് നമ്മൾ തന്നെ കൂടുക. ഇപ്പോൾ അപരിചിതമായ മുഖങ്ങളെ ഇപ്പോൾ ഈ സദസ്സിലില്ല. ഇനി നമ്മൾ അപരിചിതമായിട്ടുള്ള കുറേ ആലമ് ലോകം എന്നൊക്കെ പറയണത് കുറച്ചും കൂടി വിശാലാണല്ലോ. വാഫി ലോകം, അതിൻ്റെ ശേഷം വേറെ ലോകമില്ല. പോഴത്തം ഇതിപ്പോൾ ക്ലിപ്പാക്കാൻ പറ്റും. ഇത് മാത്രം കട്ട് ചെയ്തെടുക്കുക. വാഫി രോഗം, വലിയ രോഗം, പോഴത്തം, ശരം. എന്നാലും അങ്ങനെയെങ്കിലും കുപ്രസിദ്ധിയെങ്കിലും വരട്ടെ, എവിടെയെങ്കിലുമൊക്കെ വീണിട്ട് വൈറലാവട്ടെ. നിർത്തുകയാണ്, കൂടുതലൊന്നും പറയാനില്ല. ഞാനും നിങ്ങളും ആചരിച്ചാലും അംഗീകരിച്ചാലും ഏറ്റു പറഞ്ഞാലും ഒന്നുമില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവരുടെയും നബിയാണ്. മുസ്ലിങ്ങളുടെ മാത്രം നബിയല്ല, ഇന്ത്യക്കാരുടെയും കേരളക്കാരുടെയും മാത്രം നബിയല്ല. നിങ്ങൾ കുറച്ച് ആൾക്കാർ സംഘം ചേർന്നാൽ ആ സംഘത്തിൻ്റെ മാത്രം നബിയല്ല, എല്ലാവരും നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്ത് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. കള്ള് കുടിയനെ ഖാദിസിയ യുദ്ധം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നടന്ന വളരെ വലിയൊരു യുദ്ധമാണ്. ആ യുദ്ധം ജയിക്കുന്നത് ഒരു കള്ള് കുടിയനെ കൊണ്ടാണ്. ചരിത്രം അറിയാലോ. അബു മെഹ്ജൻ എന്ന് പറയുന്ന റളിയല്ലാഹു അൻഹു മഹാനവർകൾ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ഖാദിസിയയിൽ വന്ന സോൾജറാണ്. പലവട്ടം കള്ള് കുടിച്ചിട്ട് അതിന് പടച്ചോൻ പറഞ്ഞ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് നന്നാവാത്ത ആളായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു എന്തോ ചിലർ അസുഖം പനിയോ മറ്റാണെന്ന് തോന്നുന്നുണ്ട്, യുദ്ധക്കാലത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. ആ മൂപ്പർ ഉപയോഗിക്കുന്ന കുതിരയെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്, കാറ് ഷെഡിൽ നടത്തും. യുദ്ധം പരാജയത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ മൂപ്പര ഈമാൻ ഇളകുകയാണ്. വീട്ടിൽ വന്നിട്ട് സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയോട് ചോദിച്ചു, എനിക്ക് ഈ കുതിരയൊന്ന് വിട്ടു തരുമോ? 37 ഇസ്ലാമിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടമാണ്. പേർഷ്യയോട് തോൽക്കാൻ പോവുകയാണ്. പിന്നെന്താ സംഭവിക്കുക എന്നുള്ളത് കൂടുതൽ പറയണ്ടാക്കുന്നു, വായിച്ചു വെക്കണ നല്ലതാണ് വായിക്കാത്തവരുണ്ടെങ്കിൽ. ഭാര്യ കുതിരയെ വിട്ടുകൊടുക്കുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരു ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോറുള്ള ഒരു വീടാണെന്ന് മനസ്സിലാവുന്നത്. അവിടുന്ന് ഇങ്ങനെ യുദ്ധക്കളം വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂപ്പർ പറയുന്നുണ്ട്, അൽ കെറു അബി മെഹ്ജനിൻ വൽ ഫറുൽ ബൽഖ. ആ കുതിരൻ്റെ പേര് ബൽഖ എന്നാണ് തോന്നുന്നത്, ഇത് ഓർമ്മയെന്ന് പറയാട്ടോ. ഞാൻ അയിമ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു കുതിരയും ഒരാളും അത്ര വെച്ചാൽ മതി. അതിപ്പോൾ എന്താ അങ്ങനെ? എൻ്റെ കുതിരയെ ഞാൻ ഇവിടെ കൊണ്ടു കെട്ടിയിരിക്കുകയാണ്. പക്ഷേ ആ കുതിരൻ്റെ ചലനങ്ങൾ ആണല്ലോ കാണുന്നത്. ആ കുതിരൻ്റെ മേലിരിക്കുന്ന ആൾ പരിചയപ്പെട്ട നല്ല ധാരാളം മൂപ്പർക്ക് അറിയുന്ന ആളാണ് ഈ പോരാളി. മൂപ്പര മാതിരി ഉണ്ടല്ലോ. എൻ്റെ കുതിരയും അബുമെഹജനുമായിരിക്കട്ടെ, അബുമെഹജൻ കള്ളുടിച്ചിൻ്റെ കയ്യിൽ കെട്ടിട്ടിരിക്കുകയാണ്. അത് ഞാൻ ആദ്യം പറയാൻ വിട്ടതാണ്. കുതിരയെ കൊടുന്ന് കെട്ടിട്ടിരിക്കണ്, കള്ളു കുടിച്ചതിൻ്റെ കയ്യിൽ അബുമെഹജൻ റളിയല്ലാഹു അൻഹുവിനെയും കെട്ടിയിരിക്കണം. ഇത് രണ്ടും കൂടി പിന്നെ കളത്തിൽ. ഏതായാലും അദ്ദേഹം വലിയ മുന്നേറ്റം നടത്തിയിട്ട് ആ യുദ്ധത്തിൻ്റെ ദിശ തന്നെ തിരിച്ചു വിട്ട് വൻ ശക്തിയായ, ഇന്നത്തെ വലിയ ശക്തികളൊക്കെ പറയാറില്ല, അന്നത്തെ വലിയ ശക്തിയാണ്. ആ ശക്തിയോട്
നമ്മൾ ഖാദിസിയയിൽ ജയിക്കുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് മാത്രമൊന്നല്ല, പക്ഷെ ഒരു ഘട്ടത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. യുദ്ധം കുറച്ചൊക്കെ നീണ്ടു നിൽക്കുമല്ലോ. എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഭാര്യ മൂപ്പരെ കെട്ടയച്ച് വിട്ടിരിക്കണ്, കുതിരയും അദ്ദേഹത്തിന് വിട്ടുകൊടുത്തിരിക്കണ്. അപ്പോൾ മൂപ്പരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എന്താ സംഭവം. അപ്പോൾ ഞാനിങ്ങനെ സംഭവം. അപ്പോൾ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ അദ്രിബുക അബദൻ, കള്ളുടിച്ചിൻ്റെ പേരിൽ ഞാൻ ഒരു കാലത്തും ഞാൻ തല്ലൂല. അപ്പോൾ ഉടനെ തന്നെ അബൂ മെഹ്ജൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ അശ്റബുൽ ഖംറ അബദൻ, ഞാൻ കള്ളുടിക്കും. ഒരു കള്ളുടിച്ച് അത് പരിപാടിയൊക്കെ നിർത്തി. ഇതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. ഇങ്ങനെയൊക്കെയാണ് ആളുകളെ ഉൾക്കൊള്ളൽ. നിർത്തുകയാണ്. ചെറുപ്പക്കാരികളും ഉണ്ട്, കുറച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയേണ്ടതായതുകൊണ്ട് പറയണം. പലയിടത്തും ഹദീസിൽ കാണാം, അല്ലെങ്കിൽ നമ്മളെ നുസൂസിലൊക്കെ കാണാം, ലാ യഖാഫു ഫില്ലാഹി ലൗമത ലായിം. അള്ളാൻ്റെ കാര്യം, അള്ളാൻ്റെ ദീന് വിജയിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ കുറ്റം പറയില്ലേ, ആക്ഷേപിക്കൂലേ, ചാപ്പ അടിക്കൂലേ, പിന്നെന്താ പറയുക, ഈ ഇഖ്സാഹിനെന്താ പറയൽ, അകറ്റി നിർത്തൽ സംഭവിക്കൂലേ. അത് മുഅ്മിനിൻ്റെ ലക്ഷണമല്ല. മുഅ്മിനിൽ കണ്ടത് ഓൻ്റെ ബോധ്യം, അത് പരമാവധി ആലോചിച്ചിട്ട് പാളിപ്പോകാതെ പറയുന്ന ആളാണ്. പറയാൻ സജ്ജമാണ് എങ്കിൽ പിന്നെ അത് പറയണം. അല്ലെങ്കിൽ ഭൂമിയിൽ മാറ്റം ഉണ്ടാവുക. ഇവിടെ നടക്കേണ്ട മാറ്റം ഇസ്ലാമിനെ മറ്റുള്ളവരുടെ മുന്നിൽ ദഅവത്ത് ചെയ്യാനുള്ള സ്ട്രാറ്റജികൾ മെനയുന്ന ഒരു കാര്യമാണ് ഇവിടെ നടക്കേണ്ടത്. മറ്റതൊക്കെ വെറും കാര്യങ്ങളാണ്. അത് ഇത് തന്നെയാണ് വെറുതെ ക്ഷുദ്ര ചിന്തകളും ചർച്ചകളും സംവാദങ്ങളും എന്നൊക്കെ മാറി നിൽക്കണം. ഒരു വേള നമ്മളൊക്കെ ഏകദേശം സ്വീകരിച്ചു പോകുന്ന ഒരു രീതി അതാണ്. മനുഷ്യ സഹജമായിട്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചില്ലറ വാക്കുകൾ കിടന്ന് പടിയല്ലോ. പണ്ട് എന്തോ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തോ പറഞ്ഞുപോയി. അപ്പോൾ എന്നോട് പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചുപോയി, അല്ലാഹു ഫല റഹാം, നിങ്ങളത് മൂപ്പരോട് അല്ലെങ്കിൽ അവരോട് അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സെൽവലിയരെ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി തരിക. പടക്കത്തിന് ഒരാൾ തീ കൊടുത്തു, പടക്കത്തിൻ്റെ കൊലക്ക് ഒരാൾ തീ കൊടുത്തു. അതോടുകൂടി പിന്നെ ഒരു 25 പടക്കണം, 25 അങ്ങനെയാണ് പൊട്ടും. അപ്പം കണ്ടില്ല, അതവില്ലാതെ പൊട്ടണമെന്ന് തന്നെ ഒരു കാര്യം ഉണ്ടാവില്ല. ആ തീ കണ്ട് കൊടുത്താൽ പിന്നെ തീ കൊടുക്കാതിരിക്കലാണ് ശരി. പിന്നെ അതവില്ലാതെ പൊട്ടുകയാണെന്ന് പറഞ്ഞിട്ട് അപ്പോളേ ചില സംഗതികൾ ഇങ്ങോട്ട് വന്നാൽ വാക്കത്തെ അലൈഹിമുൽ അർളു ബിമാ റഹബത്ത് എന്ന് പറഞ്ഞ മാതിരി ഒരു പൊട്ടലൊക്കെ നടക്കും. ആ ഒന്നും നടക്കാതെ ബില്ലാഫിയ നമ്മളിങ്ങനെ പിന്നെ സേഫ് സോൺ എന്നല്ലേ പറയുന്നത്, സേഫ് സോണിൽ ഇങ്ങനെ കുത്തിരിക്കുക. അത് നടക്കൂല. എല്ലാവരുടെയും കുറച്ച് ആൾക്കാരെ പുതിയതാണ്. എല്ലാവരുടെയും നബി മുഹമ്മദ് നബി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരുടെയും ഇങ്ങനെ എന്താ വെച്ചാണ്ട് പൂരിപ്പിക്കുക. എല്ലാവരുടെയും കോർഡിനേറ്റർ, എല്ലാവരുടെയും സെക്രട്ടറി, എല്ലാവരുടെയും വാഫി, എല്ലാവരുടെയും വഹലുമജറ നടക്കൂല. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും യഹ്യയിലുണ്ട്, ഇദാ റഅയ്തുമുൽ ആലിമ മുഹബ്ബബൻ ഇലാ ജീറാനിഹി ഫത്തഹിമുഹു ഫീ ദീനിഹി. ആലിമ് എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ട ആളാന്ന് വിചാരിക്കുക. ഫത്തഹിമുഹു ഫീ ദീനിഹി, അവന് ദീനിൽ എന്തോ കുറവുണ്ടാവും. പണ്ട് മൂല്യർ പാപ്പ പറഞ്ഞ മാതിരി പണ്ട് ഇവിടെയൊക്കെ ഈ നീർച്ച ഉണ്ടായിരുന്നു. എല്ലാ അനാചാരങ്ങളും ഉള്ള നീർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ അസുർ നീർച്ച, അത് ശരി, അതിൻ്റെ ബാക്കി എല്ലാം കൂടി. അപ്പോൾ ഞാൻ ഈ പ്രദേശത്ത്, ഇതിപ്പോൾ മലപ്പുറത്താണല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണ് ആലത്തൂരിപ്പടി, അവിടെയൊക്കെ ഉണ്ടായിരുന്ന നീർച്ച. സലാഹിദ്ദീൻ്റെ നാട്ടിൽ. അതിൻ്റെ കഥ ഞാൻ പറയേണ്ടത് ഇപ്പം നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സമാന സംഭവത്തിൽ അന്ന് ഇതേമാതിരി ഈ നീർച്ചക്കെതിരെ അൽ മുബാറക്കിൽ ഞങ്ങൾ ഒരു ചെറുതായിട്ട് 1-2 രക്കത്തിലൊന്നും അങ്ങോട്ട് ശരിയാക്കി. അപ്പോൾ ഏതോ പള്ളിക്ക് ഒരിക്കൽ നിസ്കരിക്കാൻ കയറിയപ്പോൾ അന്ന് ഇപ്പത്തമാരിക്ക് ഫ്ലക്സ് ഒന്നും ഇല്ല, ചാക്ക് ബോർഡാണ്. പള്ളിക്കാണ്ട് കയറിനോടത്ത് വലിയ ചാക്ക് ബോർഡിൽ അൽ മുബാറക്കിൻ്റെ എഡിറ്റോറിയൽ കൊടികുത്ത് നീർച്ചാന്നാണ് പറയുക. അതിനെതിരെ പിന്നെ എഴുതപ്പെട്ട എഡിറ്റോറിയൽ ഭയങ്കരമായിട്ട് ചാക്ക് ബോർഡിൽ എഴുതി വെച്ചിരിക്കണം. അത്രയും ആൾക്കാർ സ്വീകരിച്ചു എന്നർത്ഥം. ഏതായാലും മൂല്യർ പാപ്പ പറയണത് മൂല്യർ പാപ്പാൻ്റെ നിലനിൽപ്പ് അപകടത്തിലായി.
കാരണം നാട്ടിൽ രണ്ട് ചേരി. ഈ സാഹചര്യത്തിൽ കുറേ ആൾക്കാർ കൊടികുത്ത് നേർച്ച വേണമെന്ന്, കുറേ ആൾക്കാർ വേണ്ടാന്ന്. അപ്പോൾ ഒരു കൂട്ടർ ചെന്ന്, അല്ല മൊയ്ലാലി പാപ്പ നമ്മളിപ്പോൾ ഇതെങ്ങനെ നിർത്തി വെക്കുക? സമയം കഴിഞ്ഞാൽ ഷെഫീഖ അങ്ങനെ പറ്റില്ല, കഴിഞ്ഞോ? എന്നാൽ ഈ കാര്യം കൂടി അതാണ് പൂർത്തിയാക്കുക, പറഞ്ഞു തുടങ്ങിയില്ലേ. പിന്നെ അല്ല മൊയ്ലാലി പാപ്പ അതിപ്പോൾ കൊടികുത്ത് നേർച്ച തന്നെ നമ്മളെ കാരണവന്മാരൊക്കെ കാര്യമായിട്ട് ചെയ്തു പോരുന്നൊരു കാര്യമല്ലേ? അങ്ങനെ ഒരു ഇവരൊക്കെ ഈ പറഞ്ഞ മാതിരി ഭയങ്കര തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളെ കാരണന്മാരൊക്കെ അത് ചെയ്യുമോ? അപ്പം മൊയ്ലാലി പാപ്പ പറഞ്ഞു അതെന്നെ ഒറ്റയാളെന്ന്. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് മൊയ്ലാലി പാപ്പ നമുക്ക് അനുകൂലമാണ്. ഇവർ പോയതറിഞ്ഞപ്പോൾ മറ്റേ ടീമിൽ നിന്നിട്ട് പറഞ്ഞു, അല്ല മൊയ്ലാലി പാപ്പ ഇപ്പം നമ്മളെ കാരണന്മാർ ചെയ്തു എന്നുള്ള ഇത് ശരി തന്നെയാണ്. പക്ഷെ അന്നിപ്പോൾ അവരിങ്ങനെ അനാചാരം പിന്നെ കണ്ടിക്കണ്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ആലത്തിരുപടിയിലെ അനാചാരമൊക്കെ എനിക്ക് പറയാനറിയാം. ഞാനവിടെ പിന്നെ പത്തുലുമീനും അല്ല മിഷ്കാത്തും തഫ്സീറൊക്കെ ഓതുന്ന പ്രായത്തിലാണ്. കിടങ്ങാഴ്ചതിന് അള്ളാഹു മഫുള്ള പറയാം. അപ്പോൾ ഈ മൊയ്ലാലി പാപ്പ എന്ന് പറഞ്ഞു അത് തന്നെ മക്കളെ, അപ്പോൾ കാക്കക്കാരന്മാർ ചെയ്തതല്ലേ അയച്ചിട്ട് ഇപ്പോൾ നമ്മൾ പിന്നെ വേണ്ട തോന്നിയാസനാണെന്ന് തിരിഞ്ഞാൽ നിർത്തേണ്ടതെന്ന്. അതിന് മക്കളെ ഇങ്ങനെ പറ്റൂല. മുദബുദബീന ബൈനദാലിക ലാ ഇലാഹ ഉലായി വലാ ഇലാഹ ഉല. അങ്ങോട്ടും ഇങ്ങോട്ടല്ല നിൽക്കരുത്, വെട്ടി തുറന്ന് നിലപാടെടുക്കണം. ആ നിലപാടെടുക്കുന്നത് വിഷയത്തിൽ അക്കാദമിക് പരിഗണനയിലായിരിക്കണം, മെറിറ്റിലായിരിക്കണം. അല്ലാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുകയല്ല. ഞാൻ പറയുന്നത് നിങ്ങൾ പിന്നെ ആവശ്യമില്ലാതെ അനാവശ്യമായിട്ട് പ്രതികരിക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ക്ഷുദ്ര വർത്തമാനങ്ങളിൽ പങ്കെടുക്കരുത്. അക്കാദമിക് കാര്യങ്ങൾ അതിൽ നിങ്ങൾ പങ്കെടുക്കണം. ഇപ്പം പല വർത്തമാനം നടക്കും, അതിലിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് ഇങ്ങോട്ട് ചെയ്തില്ല എന്നൊക്കെ ഉള്ള ക്ഷുദ്ര കാര്യങ്ങളായിരിക്കും സിംഹഭാഗവും. അതേസമയത്ത് അതിൽ ഒരു അക്കാദമിക് പോയിന്റ് കിട്ടിയാൽ അത് ഡെവലപ്പ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ സത്യത്തോട് ശരിയോട് നീതിയോട് നീതി പുലർത്തിയവരാവില്ല. തന്നെയല്ല ഈ പറയുന്ന മാറ്റങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് സംഘടനൻ്റെ അകത്തുനിന്ന് തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് SKSSF പിന്നെ ക്യാമ്പയിൻ തീരുമാനിച്ചു. ഇവിടെ നിന്ന് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാണ്ട് അന്ന് വർത്താനുണ്ടായി. വാസ്തവത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടനയിൽ അന്ധവിശ്വാസങ്ങളെ ഇല്ലായ്മ ചെയ്യാന്നുണ്ട്. പിന്നെ ആ ഒരു ഉദ്ദേശം അന്ധവിശ്വാസം എന്താണ്, ഇതെന്താണെന്നുള്ളതാണ്. അതിന് നമ്മൾ ഏത് കാലത്തും നമ്മൾ ആ അന്ധവിശ്വാസമാണ് തെറ്റാണെന്ന് വിചാരിക്കുന്നതിന് എതിരെയല്ലേ പൊരുതാൻ ഇറങ്ങുള്ളൂ. അത് പൊരുതാൻ ഇറങ്ങാനാണല്ലോ ഉദ്യമിച്ചത്. അപ്പോഴാണല്ലോ അന്ധവിശ്വാസം എന്ത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ ഇത് കേട്ട് ഞാൻ നിർത്താത്തതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്, അതെനിക്ക് മനസ്സിലാകുകയല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ പറയണല്ലോ. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ശൈലികളൊക്കെ തിരുത്തണം, സ്ട്രാറ്റജികളൊക്കെ പുനർനിശ്ചയിക്കണം. എന്നിട്ട് നമ്മൾ ഇക്കാലത്ത് അത് നിങ്ങൾക്ക് പിന്നെ ധാരാളമായിട്ട് ഞാനൊരു ഡിബേറ്റ് എന്നെക്കൊണ്ട് പറ്റും പോലെ നിങ്ങളോട് നടത്താൻ തയ്യാറാണ്. ഈ സ്ട്രാറ്റജികളൊക്കെ മാറ്റിയിട്ട് ഇസ്ലാമിന്, ദീനിന്, മുസ്ലിങ്ങളുടെ അസ്തിത്വത്തിന്, ശാന്തതയ്ക്ക് അല്ല അതാമഹും മിൻ ജുഇൻ വ ആമനഹും മിൻ ഖൗഫ് എന്ന് ഖുർആൻ പറഞ്ഞ സംഗതിയിലേക്ക് നമ്മളെ അടുത്ത തലമുറയെ, നിങ്ങളുടെ തലമുറയെ തന്നെ നിങ്ങളിൽ നിന്നുണ്ടാവുന്ന അടുത്ത തലമുറയെയും നയിക്കണം. ആ നയിക്കാൻ ആവശ്യമായിട്ടുള്ള പിന്നെ ചിന്താപരമായ മാറ്റങ്ങൾ നിങ്ങളിലുണ്ടാവണം. ചിന്ത മാറിയിട്ട് മാത്രം പറഞ്ഞാൽ പറ്റൂല. മിസാലിയ ആദർശവാദം അതുപോരാ. കർമ്മങ്ങളിലാണ് കാര്യമായിട്ട് മാറ്റം വരുന്നത്. നമ്മളത് ചെയ്യണം. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യണം, ശാന്തമായിട്ട് ചെയ്യണം, പ്രകോപിപ്പിക്കാതെ ചെയ്യണം, ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണം, എല്ലാവരും സ്വീകരിക്കണം, ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം സ്വീകരിക്കണം. നിർത്തുന്നു. പെരിന്തൽമണ്ണയിൽ ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനും ആളുകൾക്കൊക്കെ വന്നു ചേരാൻ പറ്റുന്ന ഒരു ഇടവും എന്ന നിലയ്ക്ക് ഒരു പദ്ധതി ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഭൂമി ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. അടുത്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരും ആലോചിക്കുക. എവിടൊക്കെയാണോ നിങ്ങൾക്ക് ഇടമുണ്ടാക്കാൻ പറ്റുന്നത് അവിടെയൊക്കെ ഇടമുണ്ടാക്കിയിട്ട് ഈ ചിന്തകൾ ഒക്കെ ഒന്ന്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത്തരം ആലോചനകളിലും ചർച്ചകളിലും താല്പര്യമുള്ള ആളുകൾ സുദീർഘമായ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ആവേശം കാണിക്കുക. എന്നിട്ട് ദിവസങ്ങളും ആഴ്ചകളും നീണ്ടു നിൽക്കുന്ന ബ്രെയിൻ സ്റ്റോമിങ്, നമ്മുടെ സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് നമ്മൾ ഒന്നുകൂടി
ഷെയ്പ്പ് ചെയ്ത് പറയേണ്ടത് അതൊക്കെ നിശ്ചയിക്കണം. പോണ പോക്കിൽ നമ്മൾ അത് പറയണോ ഇത് പറയണോ, അത് വേണ്ട വേണമെന്ന് അറിയാണ്ട് അഭിപ്രായം പിന്നെ പിരിഞ്ഞ് അങ്ങനെ ഒന്നും പറയപ്പെടില്ല. ഇതിനൊക്കെ കൂടുതൽ വിശദീകരണങ്ങളുണ്ട്. ഇപ്പം ഇങ്ങോട്ട് ഹാജരായത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.